പ്രത്യേകിച്ച് ടീഷർട്ട് ഇട്ട ആളുകൾ, അതുപോലെ ഹാഫ് ഷർട്ട് ഇട്ട ആളുകൾ, അവരെ നിസ്കാരം ബാത്തിലായി പോകാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങളെ നിസ്കാരം അങ്ങനെ ബാത്തിലാവില്ല. കാരണം അവർ നീളക്കുപ്പായം നിസ്കാരക്കുപ്പായം ഇട്ടതുകൊണ്ട് അവർ നിസ്കാരത്തിൽ കുപ്പായം പിടിച്ച് താഴ്ത്തൂല. അതുപോലെ തന്നെ നീളക്കുപ്പായം ഇട്ട ആളുകളും അവർ കുപ്പായം പിടിച്ച് താഴ്ത്തൂല. പാന്റ് എടുത്തിട്ട് ഇൻസൈഡ് ആക്കിയ ആളുകളും അവരും കുപ്പായം പിടിച്ച് താഴ്ത്തൂല. അല്ലാത്ത ആളുകൾ പലരും നിസ്കരിക്കുമ്പോ സങ്കടം തോന്നുകയാണ്, അധ്വാനിച്ച് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരം ബാത്തിലാണ്. കാരണം ഈ ഹാഫ് ഷർട്ട് ഇട്ട മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കും കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. തക്ബീറിൽ ഉടനെ പിടിച്ച് താഴ്ത്തലും, മുന്നോട്ടൊരു താഴ്ത്തല്, ബാക്കിലൊരു താഴ്ത്തല്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹാഫ് ഷർട്ട് ഇട്ട മുസ്ലിംമാരിൽപ്പെട്ട ചിലര് പോലും ഇങ്ങനെ താഴ്ത്തുന്നത് കാണരുത്. അങ്ങനെ താഴ്ത്തിയ നിസ്കാരം ബാത്തിലാവില്ലേ? 4 അനക്കായില്ലേ? 3 അനക്കം കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാവില്ല. 2 മുന്നിലും 2 ബാക്കിലും. ഇത് അതുകൊണ്ട് നിർത്തൂല ചിലർ ഈത്തിദാലിൽ വന്നാൽ പിന്നെ ഒന്നും കൂടി ഒരു താഴ്ത്തലും. പടച്ച റബ്ബേ, ഇങ്ങനെ നിസ്കാരം ബാത്തിലാക്കുന്നത്. വേറൊരു കൂട്ടർ സമി അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ കൈ നിൽക്കൂല. കൈ ഇങ്ങനെ ഈ ഫാൻ ഓഫ് ആക്കിയാലുണ്ടല്ലോ, മെല്ലെ മെല്ലെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ നിൽക്കൽ, അതുപോലെ ഇങ്ങനെ ആട്ടി നിർത്തല്. അതോടെ നിസ്കാരം ബാത്തിലായില്ലേ? ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അച്ചടക്കത്തോടെ നിസ്കരിക്കണം. കൈകൊണ്ടും കാലുകൊണ്ടൊന്നും കളിക്കാൻ പാടില്ല, ശരീരം മനക്കാൻ പാടില്ല. ഓ ഖുർആൻ മനപ്പാഠമാക്കിയ മക്കളെ, ചിലര് നല്ല ഹാഫിളിങ്ങളാണ്, പക്ഷേ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോ തലങ്ങനെ കുലുക്കുന്നത് കാണാറുണ്ട്. നിങ്ങളാരും ഞാൻ ഓതുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് തല കുലുക്കിയിട്ട് ഖുർആൻ ഓതരുത് നിസ്കാരത്തിൽ. അല്ലാത്തപ്പോ കുലുക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ അല്ലാത്തപ്പോ കുലുക്കിയാൽ നിസ്കാരത്തിലും കുലുക്കിപ്പോകും. അതുകൊണ്ട് തല കുലുക്കാതെ തന്നെ ഖുർആൻ ഓതി പഠിക്കണം. സുബ്ഹാനല്ലാഹ്, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെ ഓതിയാ നിസ്കാരം ബാക്കി ഉണ്ടാവോ? തല ഇങ്ങനെ കുലുക്കാൻ പറ്റുമോ? അപ്പൊ തല കുലുക്കാൻ പാടില്ല. അതുപോലെ കൈ അനക്കാൻ പാടില്ല. 3 അനക്കം ഒന്നിച്ചനങ്ങിയാൽ നിസ്കാരം ബാത്തിലായി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നിസ്കരിക്കണം, അത് തന്നെ കൃത്യമായി നിസ്കരിക്കണം. മറ്റുള്ള ഇബാദത്ത് പോലെയല്ല നിസ്കാരം. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് അത് രാവിലെ മുതൽ മഗ്രിബ് വരെ ഇബാദത്താണ്. പക്ഷേ ആ നോമ്പിനിടയ്ക്ക് ഓടാം, ചാടാം, അതേ വാഷ്റൂമിൽ പോകാം, ടോയ്ലറ്റിൽ പോകാം, അതേപോലെ തന്നെ ബിസിനസ് നടത്താം, ജോലിയെടുക്കാം. അതോടുകൂടെ തന്നെ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇബാദത്തിലാണ്. അതാണ് നോമ്പ്. അപ്പോൾ നോമ്പിനത്തരം വിഷയങ്ങൾ കുഴപ്പമില്ല. അതേ സമയത്ത് ഹജ്ജ് അതിന്റെ രൂപം മറ്റൊന്നാണ്. ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവൻ ഹാജിയാണ്, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ ഇനി ആ ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ അവൻ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ ഇബാദത്തിലാണ്. പക്ഷേ അതിനിടക്ക് അവന് വാഷ്റൂമിൽ പോകാം, ടോയ്ലറ്റിൽ പോകാം, അതേപോലെ തന്നെ അവന് ഭക്ഷണം കഴിക്കാം. നോമ്പ് പോലെയല്ല, അവന് വെള്ളം കുടിക്കാം. അതുപോലെ പലതും പറ്റും. പക്ഷേ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. ഹജ്ജിന് ഇഹ്റാം കെട്ടിയവരും ഉംറക്ക് ഇഹ്റാം കെട്ടിയവരും നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്ന വലിയാകാനും പറ്റൂല, പുതിയാപ്പിളയാനും പറ്റൂല. ആരെങ്കിലും ഒരാൾ നല്ല ബറക്കത്തോടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്താക്കിയാൽ അത് പറ്റൂല. അപ്പൊ ഹജ്ജിന്റെ ഇബാദത്ത് വേറൊരു രൂപമാണ്. അതിൽ എറിയലുണ്ട്, ഓടലുണ്ട്, നടക്കലുണ്ട്, ചുറ്റലുണ്ട്, ഒന്നും കുഴപ്പമില്ല. നിസ്കാരം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഇബാദത്താണ്. യജമാനനായ റബ്ബുമായുള്ള സംഭാഷണമാണ്. നമ്മളൊരു വലിയ മഹാനുമായി സംഭാഷണം നടത്തുമ്പോ അച്ചടക്കത്തോടെ നിന്നല്ലേ സംഭാഷണം നടത്തുക. 2 കൈയും പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹ് വലിയവനാണെന്ന് പറഞ്ഞ് തുടങ്ങാണ്.
നിയ്യത്തോടുകൂടെ തക്ബീർ ചൊല്ലി കൈ അടക്കി അവിടെ കെട്ടിവെക്കുകയാണ്, അതോടെ ഗുരുത്വത്തോടെ നിൽക്കുകയാണ്, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് റബ്ബിനോടാണ് പിന്നെ പറയുന്നത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. എന്റെ ശരീരം ഞാൻ തിരിച്ചിരിക്കുന്നു ആകാശഭൂമികൾ പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും തിരിച്ചിരിക്കുകയാണ്. അള്ളാഹുമായുള്ള സംഭാഷണമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു വലിയ മഹാനുമായി സംസാരിക്കുമ്പോ, അതേ നേരത്തെ ഇവിടെ സയ്യിദ് അലി ബാബക്ക് തങ്ങൾ വന്നു, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സുബ്ഹാനല്ലാഹ് ഇങ്ങനെ തലകുലുക്കിയിട്ട് സംസാരിക്കും? അല്ല, കൈകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് സംസാരിക്കുക. കുപ്പായൊക്കെ ഇങ്ങനെ ഇടക്ക് കത്തുക, പിന്നെ ഇപ്പുറം പിടിക്കുക, ഇപ്പുറം കയറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടാകെ ചൊറിയുക, ഇങ്ങനെ ആർക്കും സംസാരിക്കുമോ? ഇത് യജമാനനായ റബ്ബുമായുള്ള സംഭാഷണമാണ്, വേറൊരു സൃഷ്ടിയുമായുള്ള സംഭാഷണമല്ല, ഏതെങ്കിലും നേതാവിനോടുള്ള സംഭാഷണമല്ല. എല്ലാ രാജാക്കന്മാരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, എല്ലാ ഭരണാധികാരികളെയും പോറ്റി വളർത്തുന്ന റബ്ബ്, എല്ലാ മഹാന്മാരെയും പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബിനോട് സംഭാഷണം നടത്തുമ്പോ ഖൂമൂലില്ലാഹി ഖാനിതീൻ, അച്ചടക്കത്തോടെ നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം ഏറ്റവും പ്രധാനമാണ്. അതേ ഖുല്ലില്ലദീന ആമനൂ, വിശ്വസിച്ചവരോട് പറയൂ നബിയേ, യുഖീമുസ്സലാ, അവർ നിസ്കാരം മുറക്ക് നിർവഹിച്ച് നിലനിർത്തട്ടെ. ഒരു നേരത്തെ നിസ്കാരവും ഖളാക്കരുത്. മഹാനായ ശൈഖുനാ പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അവിടുത്തോടുകൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നിസ്കാരത്തിന് എന്തൊരു പരിഗണന കൊടുത്ത മഹാനായിരുന്നു. നിസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുക്കും, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങും. നിസ്കരിക്കുന്ന സമയത്ത് എന്തൊരു ഭക്തിയോടുകൂടെയാണ് നൃത്തം, എന്തൊരച്ചടക്കത്തിലാണ് നൃത്തം. നീണ്ട സുജൂദ് ചെയ്തപ്പോൾ ആ സുജൂദിൽ അവിടുന്ന് വഫാത്തായി പോയോ എന്ന് ഞാൻ സംശയിച്ചു പോയ സന്ദർഭങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, നിസ്കാരത്തിന് ഏറ്റവും വലിയ വില കൽപ്പിക്കണം, നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കണം. അത് നമ്മളെ സമയങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നേരം കിട്ടുന്ന സമയത്ത് ഇഷ്ടം പോലെ ചെയ്യാനുള്ള ഒരു അമലല്ലത്, റബ്ബുമായുള്ള സംഭാഷണമാണത്. അതിന് വളരെ പ്രസക്തി കൊടുക്കണം. അതാണ് അലാ സലാത്തിഹിം യുഹാഫിദൂൻ. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിന് നല്ല പ്രസക്തി കൊടുക്കണം. കഴിയുന്നതും ജമാഅത്തായി നടത്തണം. പള്ളിയിലേക്ക് നടന്നു പോയാൽ ഓരോ ചവിട്ടടിക്കും കൂലി കിട്ടൂലേ? ഓരോ ചവിട്ടടിക്കും ദോഷം പൊറുക്കൂലേ? അപ്പൊ നിസ്കാരത്തിന് വലിയ പ്രസക്തി കൊടുക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളിൽ രണ്ട് കൂട്ടരുണ്ട്. ചിലര് ളുഹറായ ഉടനെ ഒതുവെടുത്ത് നിസ്കരിക്കും, ചിലര് ളുഹറിന് മുമ്പേ തന്നെ ഒതുവെടുത്ത്. ഇപ്പൊ നമ്മളെ ഉമ്മാമ്മമാർക്കൊക്കെ നല്ല സുഖമാണ്, കാരണം പണിയൊന്നും ഇല്ലല്ലോ. അവർക്ക് നേരത്തെ തന്നെ ഒതുവെല്ലെടുത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് എന്ത് മുടക്കാനുള്ളത്? പണിയൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പ്രായമുള്ള ഉമ്മാർക്കൊക്കെ നല്ല സുഖല്ലേ, നേരത്തെ തന്നെ പുല്ലൂക്കര ഉസ്താദൊക്കെ ചെയ്തതുപോലെ നിസ്കാരത്തിന്റെ സമയാതിന് മുമ്പ് തന്നെ ഒതുവെല്ലെടുത്ത് കാത്തു നിൽക്കുക നിസ്കാരത്തിന്. അങ്ങനെ നിങ്ങളൊന്ന് പതിവായിക്കൊള്ളി. അൽഹംദുലില്ലാഹ്, വളരെ നല്ലതാ, വളരെ വലിയ പുണ്യമാണ്. ഇനി അഥവാ ജോലിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിലോ അവർക്ക് പഴയ പണിയൊന്നുമില്ല. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്തൊക്കെ അന്ന് ഞാനിവിടെ വന്ന് വയല് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് വയല് പറഞ്ഞിട്ടുണ്ട്, ദർസ് പഠിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലൊക്കെ നമ്മളെ പുറക്കൽ എങ്ങനെയാണ്, കുറെ നെല്ല് കുത്താനുണ്ടാവും പെണ്ണുങ്ങൾ, പിന്നെ അരി അരക്കാനുണ്ടാവും, അതിനൊരു അമ്മി ഒരു കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെയോ വെള്ളം കോരിയെടുക്കണം, അത് കോരിയിട്ട് ചിലപ്പോ തലയിൽ വെച്ച് കൊണ്ടുവരണം. അങ്ങനല്ലേ പഴയ കാലത്ത്? അതുപോലെ
സുബ്ഹാനല്ലാഹ്, പലതും ഉരളിട്ടിട്ട് ഇടിക്കണം. ഇന്നങ്ങനത്തെ ഒരു പണിയുമില്ല. ഒക്കെ സ്വിച്ചിട്ടാ മതി, സ്വിച്ചിട്ടാൽ എല്ലാം നടന്നു. ഇപ്പൊ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യം വളരെ കുറയുന്നുണ്ട്. രോഗം വളരെ കൂടുന്നുണ്ട്. ജോലിക്ക് എടുക്കുന്ന സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. പുരുഷന്മാർക്കും അങ്ങനെ തന്നെ. പണിയൊന്നും എടുക്കാതിരുന്നാലാണ് ആരോഗ്യം തകരുക. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, ഞാൻ ഡോക്ടറല്ലല്ലോ. പക്ഷേ സമയം ധാരാളം കിട്ടുന്നില്ലേ? പക്ഷെ സമയം എടുത്താതെ തീരെ സമയമില്ല ഇപ്പോ. അതെന്താ കാരണം അറിയോ? വാട്സപ്പ് ആയിട്ട് ഉത്തരുന്നില്ല. അതിന് പകരം ഖുർആനും എടുത്തിരിക്കൂ, മുസ്ഹഫും കയ്യിൽ പിടിച്ച് ഖുർആനോദൂ, തസ്ബീഹ് കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലൂ, അതുപോലെ സ്വലാത്ത് ചൊല്ലൂ. സൽക്കർമ്മം ചെയ്ത് സ്വർഗത്തിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കൂ. അത് വലിയ ഭാഗ്യമാണ്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഈമാനുള്ളവരോട് പറയാൻ അല്ലാഹ് പറയുന്നു, നിസ്കാരം മുറക്ക് നിർവഹിക്കണം. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. വയുൻഫിഖൂ, അവർ ചെലവഴിക്കട്ടെ, മിമ്മാ റസഖ്നാഹും, അവരതൊന്നും കൊടുക്കണ്ട. പിന്നെയോ നമ്മൾ കൊടുത്തതുണ്ട് അവരെ കയ്യിൽ, അവർക്ക് നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചെലവഴിക്കുകയാണ്. എന്താ ചെലവഴിക്കുന്നത്? എനിക്കറിയാവുന്ന ചെറിയ അറിവ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുകയാണ്. എന്നെക്കാൾ അറിവുള്ളവരാണ് നിങ്ങൾ പലരും. പക്ഷേ ഇൽമ് പറയുന്നവന് പ്രതിഫലമുണ്ട്, ഇൽമ് കേൾക്കുന്നവന് പ്രതിഫലമുണ്ട്. അറിയുന്നത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഖുർആൻ ഓതി പഠിപ്പിച്ചത്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്കൊന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കൂ ഇബ്നു മസ്ഊദേ എന്ന് ശിഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞിട്ട് ഖുർആൻ നബി തങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഓതിക്കൊണ്ട് ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോൾ നബി തങ്ങൾ പൊട്ടി കരഞ്ഞില്ലേ? കാരണം പടച്ച റബ്ബിന്റെ കോടതി ഓർമ്മിപ്പിക്കുന്ന ആയത്താണ്. ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. എല്ലാ സമുദായത്തിൽ നിന്നും ആ സമുദായത്തിന്റെ പ്രവാചകരെ കൊണ്ടുവരുന്നു. അവരതാ സാക്ഷി നിൽക്കുന്നു. ഈ സമുദായം ഞങ്ങളെ സ്വീകരിച്ചില്ലെന്നവർ പറയുമ്പോൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായങ്ങളത് നിഷേധിക്കുമ്പോ നിങ്ങൾക്കാരാണ് സാക്ഷികളെന്ന് ചോദിക്കുമ്പോ ഹബീബായ നബിയുടെ ഉമ്മത്തുകളാണ് സാക്ഷി. ആ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ അമ്പിയാക്കൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നു. നിങ്ങൾക്കിതെവിടുന്ന് കിട്ടി അറിവെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് നിന്റെ ഹബീബാണ് എന്ന് പറയുമ്പോൾ ഹബീബായ നബിയെ നമുക്ക് സാക്ഷിയായി കൊണ്ടുവരുന്നു. ഈ സംഭവം വിവരിക്കുന്ന ആയത്ത് ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ എന്ന ആയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതിയപ്പോൾ അല്ലാഹുവിന്റെ കോടതി ഓർമ്മ വന്നു. അവിടെ ഉമ്മത്ത് നിൽക്കുന്നത് ഓർമ്മ വന്നു, മറ്റ് അമ്പിയാക്കൾ നിൽക്കുന്നത് ഓർമ്മ വന്നു. ആ കോടതിയിൽ നിന്ന് സാക്ഷി പറയുന്ന വിഷയം ഓർമ്മ വന്നു. നബി തങ്ങൾ പൊട്ടി കരഞ്ഞു. ഇബ്നു മസ്ഊദ് തൽക്കാലം നിർത്തൂ. അറിയുന്നവര് തന്നെ ഇൽമ് കേൾക്കുന്നത് വലിയ പുണ്യമല്ലേ? ഖുർആൻ കേൾക്കുന്നത് പുണ്യമല്ലേ? സുഹൃത്തുക്കളെ, ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കണമല്ലോ. വഅതി സകാത്തൽ ജാഹി ഫലം ബിഅന്നഹാ കമിഥിലി സകാത്തിൽ മാലി തമ്മാനി സാബുഹാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അവിടുന്ന് പാടിയതാണ് സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം, സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അത് മുതലിന്റെ സക്കാത്ത് പോലെ തന്നെയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഉണ്ടാവും. ഉദാഹരണത്തിന് മദ്രസയിലെ ഉസ്താദ്, ആ മദ്രസയിലെ ഉസ്താദ് അദ്ദേഹത്തിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ശരിക്കും നിർവഹിച്ച് കുട്ടികളെ പഠിപ്പിച്ച് നല്ല ഉയർന്ന മാർക്ക് വാങ്ങി കുട്ടികൾക്ക് ശരിക്കും പ്രാക്ടിക്കലായും വധുവും അതുപോലെ നിസ്കാരവും ഒക്കെ പഠിപ്പിക്കും. അത് അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ അദ്ദേഹം കൃത്യമായി ബാങ്ക് വിളിക്കണം. ഇമാമത്ത് നിൽക്കുന്ന മുസ്ലിയാര് അത് വളരെ കൃത്യമായി ശരിയായ നിലക്കത് നിർവഹിക്കണം. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പ്രസിഡന്റ് ആക്കിയാൽ പ്രസിഡന്റിന്റെ സ്ഥാനം അതിന്റെ സക്കാത്ത് കൊടുക്കണം. അതിന് വേണ്ടതെല്ലാം അയാൾ നേതൃത്വം കൊടുക്കേണ്ടതൊക്കെ അയാൾ നേതൃത്വം കൊടുക്കണം. സെക്രട്ടറി ആക്കിയാൽ സെക്രട്ടറി ഒക്കെ സെക്രട്ടറി ചെയ്യണം. അതുപോലെ സദർ മുഅല്ലിമായാൽ സദർ മുഅല്ലിം ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്യണം. മുഅല്ലിമീങ്ങൾ സമയം താമസിച്ച് മദ്രസയിൽ വരുമ്പോ അതെങ്ങനെ ഇപ്പൊ ഞാൻ പറയാന്ന് വിചാരിക്കാൻ പറ്റൂല, അല്ലെ പിന്നെ സദർ മുഅല്ലിമാകരുത്. ഓരോരുത്തരും അവനവന്റെ സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ സുഹൃത്തുക്കളെ, രണ്ട് വാക്ക് സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്താൽ അള്ളാഹുവിന്റെ ദീന് പറയുക എന്നത് അതും അതാ അള്ളാഹു കൊടുത്തതിന്റെ സക്കാത്താണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആരോഗ്യമുള്ളവർ ആരോഗ്യം ദീനിനു വേണ്ടി ചെലവഴിക്കണം. സുബ്ഹാനല്ലാഹ്, പണമുള്ളവർ പണം ദീനിനു വേണ്ടി ചെലവഴിക്കണം. അതാണ് റബ്ബ് പറയുന്നത്, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്നവർ ചെലവഴിക്കട്ടെ. കൊടുത്തത് തീർത്തും ചെലവഴിക്കട്ടെ എന്നുള്ള പറഞ്ഞില്ല. അതുകൊണ്ട് ആരും തീർത്തും സദഖ ചെയ്യണ്ട, തീർത്തും കൊടുക്കുക വേണ്ട. അല്ലാഹു പറഞ്ഞ കൊടുത്തതിൽ നിന്ന്, കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കണം, തീർത്തുമല്ല. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു വന്നിട്ട്, നബിയേ, എൻ്റെ 2 തോട്ടവും ഞാനിതാ ദീനിന് വേണ്ടി സംഭാവന നൽകുന്നു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞില്ലേ, 2ഉം കൊടുക്കണ്ട, 1 കൊടുത്താൽ മതി. ഒന്നവിടെ വെച്ചോ, മറ്റേത് കൊടുത്തോ, ഒന്ന് നിങ്ങളെ കുടുംബത്തിന് വെച്ചോ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഏറ്റവും നല്ല തോട്ടം, ഏറ്റവും വിശാലമായ തോട്ടം, 600 ഈത്തപ്പനയുള്ള തോട്ടം, അത് ഞാൻ ദീനിന് വേണ്ടി കൊടുത്തു. 1 ഞാൻ എൻ്റെ കുടുംബത്തിന് മാറ്റി വെച്ചു. സുഹൃത്തുക്കളെ, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, അതേ അല്ലാഹു പറയാണ്, നമ്മൾ കൊടുത്തതിൽ അവർ ചെലവഴിക്കട്ടെ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ ഒരു സൗഹൃദ ബന്ധവും വിലപ്പോകൂല. കൂട്ടിക്കൊണ്ടുപോയി കള്ള് കുടിപ്പിച്ചവൻ, കൂട്ടിക്കൊണ്ടുപോയി അതാ അന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യിപ്പിച്ചവൻ, കൂട്ടിക്കൊണ്ടുപോയി നിസ്കാരം കളാക്കിപ്പിച്ചവൻ, കൂട്ടിക്കൊണ്ടുപോയി പല പല തമ്മാടിത്തത്തിലും കൊണ്ടുപോയവൻ അവിടെ ഉപകരിക്കൂല. അല്ലഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം പടച്ച റബ്ബിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ശത്രുക്കളല്ല, അവര് മിത്രങ്ങളാണ്. ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് ചെലവഴിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, അവരെല്ലാം ഒരുപാട് സംഭാവന കൊടുത്തിട്ടാണ് മഹാനായ ശൈഖുനാ ഉസ്താദിന്റെ പേരിലുള്ള നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അന്ന് നമ്മുടെ കൂടെയുള്ള പലരും മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണം അല്ലാഹ്.